ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ VPHU ഹോം. ഇന്ന് നല്ലൊരു കപ്പയുടെ റെസിപ്പിയാണ്. കപ്പ സാധാരണ നമ്മൾ പുഴുങ്ങുക, കപ്പ പുഴുക്ക് തയ്യാറാക്കുക, ആ രീതിയിലൊക്കെയാണ് നമ്മളെപ്പോഴും കപ്പ തയ്യാറാക്കുന്നത്. ഇത് വളരെ വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ പാൽക്കപ്പയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഫംഗ്ഷനൊക്കെ ഉള്ളപ്പോഴും അല്ലെങ്കിൽ നമുക്ക് സാധാരണ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ ഇത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാമേ. 1 കിലോ കപ്പ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ സാധാരണ കപ്പപ്പുഴുക്ക് തയ്യാറാക്കാൻ കപ്പ ഞുറുക്കിയെടുക്കത്തില്ല, ചെറിയ ചെറിയ ക്യൂബ്സ് പീസുകളായിട്ട്, അതുപോലെ ചെറിയ പീസുകളായിട്ട് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് വെക്കാം. കുറച്ച് വെള്ളം ഒന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞുറുക്കിയെടുത്ത് വെച്ചിട്ടുള്ള കപ്പ ഇട്ട് കൊടുക്കാം. ശേഷം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കപ്പപ്പുഴുക്ക് തയ്യാറാക്കുന്ന ആ ഒരു പരുവത്തിൽ വേവിച്ചെടുക്കുക. ഇപ്പം വെള്ളമൊക്കെ ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് വെക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെല്ലാം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാൻ ആരും മടിക്കല്ലേ കേട്ടോ. കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ കപ്പ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഒരു പീസ് ഒന്ന് മുറിച്ച് നോക്കാം. നല്ലതുപോലെ പെട്ടെന്ന് തന്നെ മുറിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കപ്പ ഇതുപോലെ വേവിച്ചെടുക്കാം. നമുക്കിനി ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. ഒരു സ്റ്റെയിനറിൽ വെച്ചിട്ടോ ഒന്ന് വെള്ളം ഒന്ന് മാറ്റി കളഞ്ഞിട്ടുണ്ട്. ഇപ്പം വെള്ളമില്ലാതെ കപ്പ നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുള്ള കപ്പ മാത്രമായിട്ട് ഞാൻ അതേ പാത്രത്തിലോട്ട് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അധികം പാൽക്കപ്പയ്ക്ക് എരിവ് മുന്നോട്ട് നിൽക്കേണ്ട, അവിടെ ഒരു 3 പച്ചമുളക് മതിയാവും. ഒരു 5 or 6 ചെറിയുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ഇല്ലെങ്കിൽ കാന്താരിമുളക് ആണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചെറുതായിട്ട് ചതച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ളത് തേങ്ങയുടെ 1/4 പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ 1 കപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇതിനി ഒരു അടപ്പ് വെച്ച് അടച്ച് ഒരു 2 മുതൽ 3 മിനിറ്റ് സമയം ആ തേങ്ങാപ്പാലിൽ കിടന്ന് കപ്പ ഒന്നുകൂടെ ഒന്ന് വെന്ത് ഒന്ന് കുറുകി ഒന്ന് ഉടഞ്ഞ് വരണം. അപ്പോൾ ഫ്രഷ് തേങ്ങാപ്പാലാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. തേങ്ങാപ്പാൽ പൊടിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ 1 കപ്പ് ചെറു ചൂടുവെള്ളത്തിൽ ഒരു 3 ടേബിൾ സ്പൂണോളം തേങ്ങാപ്പാൽ പൊടി ചേർത്ത് മിക്സ് ചെയ്ത് അത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നല്ലതുപോലെ തേങ്ങാപ്പാലൊക്കെ ഒന്ന് കുറുകി കപ്പയൊക്കെ വെന്ത് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ റെഡിയാക്കി എടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് തേങ്ങയുടെ 1/4 പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പയ്ക്ക് നല്ല ചൂടായിരിക്കും. ആ നല്ല ചൂടുള്ളപ്പോൾ നമ്മൾ ആ തേങ്ങയുടെ 1/4 പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് പാലങ്ങ് പിരിഞ്ഞ് മോശമായിപ്പോൾ. അതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചാൽ മതി. പിന്നെ നമുക്ക് ഫ്ലെയിം ഓണാക്കി അത് കുക്ക് ചെയ്യേണ്ട, നമുക്കത് മാറ്റി വെക്കാം. താളിക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു പാത്രത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടിക്കഴിയുമ്പോൾ വറ്റൻമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ശേഷം നമ്മൾ താളിച്ചത് നമ്മൾ കപ്പ റെഡിയാക്കി വെച്ചിരിക്കുന്നതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. താളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയുള്ളി ഒരു 4-5 ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി കിട്ടുന്നിടം വരെ അതൊന്ന് മൂപ്പിച്ചെടുത്ത് അത് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ചെറിയുള്ളി ഇവിടെ ചേർക്കുന്നില്ല. അതിൻ്റെ ഒരു ടേസ്റ്റ് വേറൊരു ടേസ്റ്റ് കിട്ടും. അവിടെ ഞാൻ ചേർക്കുന്നില്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. പാൽക്കപ്പ നമുക്ക് കറിയൊന്നും വേണ്ട. കറിയില്ലാതെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കറിയാണെങ്കിൽ നമുക്ക് ചിക്കൻ കറി, ബീഫ് അങ്ങനെയുള്ള നോൺ വെജ് കറികളുടെ കൂട്ടത്തിൽ മീൻ കറിയുടെ കൂട്ടത്തിലൊക്കെ ഇത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ടേസ്റ്റോടുകൂടി പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുതിയ നല്ല നല്ല വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ ബൈ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.